ഇന്ന് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ചക്ക കിട്ടിയപ്പം ചക്ക അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അതിൻ്റെ കൂട്ടത്തിൽ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ സ്കൂളുകാർക്ക്. മക്കൾക്കൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സ്കൂൾ ബുക്കും പുസ്തകങ്ങളും ഒക്കെ മേടിക്കാൻ പോകണം. എന്നിട്ട് രാവിലെ തന്നെ ചക്ക വേവിച്ചു വന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടിയ ഖുർആനിറച്ചിയാണ് ബീഫ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതിൻ്റെ കളിയായിരിക്കും. ബീഫ് വരട്ടിയത്, ബീഫ് കറി, ബീഫ് റോസ്റ്റ്, അങ്ങനെയൊക്കെ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ രാവിലെ തന്നെ അതിനിടയ്ക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ഒതുക്കി വൈകുന്നേരം ബുക്കും പുസ്തകമൊക്കെ മേടിക്കാൻ പോയിരുന്നു. അതെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് നേരത്തെ അരി കിടക്കുക. ബുക്കൊക്കെ മോനിക്ക് എൻ്റെ അമ്മ മേടിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അവൾക്കുള്ള വളയും മാലയും ഒക്കെയാണ്, ബോക്സും ഒക്കെ. അതിനിടയ്ക്ക് ഇതെല്ലാം അടുക്കി പറക്കി തുണികളെല്ലാം നിരന്ന് വരി കിടക്കുകയായിരുന്നു. അതെല്ലാം അലമാരയിൽ സെറ്റാക്കി വെച്ചു. അവളുടെ ടേബിളാണ്. അന്നേരം ബുക്കും പുസ്തകങ്ങളും ഒക്കെ അടുക്കി പറക്കി വയ്ക്കാൻ പറഞ്ഞു. അന്നേരം മോളത് വൃത്തിയായിട്ട് അടുക്കി പറക്കി വെച്ചേക്കുകയാണ്. ഇപ്പോഴേ ചെയ്ത് ശീലിക്കണം. അവനവൻ്റെ ബുക്കും പുസ്തകവും എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കണം. അതിപ്പോൾ എവിടെയാണെങ്കിലും ടേബിളും വൃത്തിയായിട്ടിരിക്കണം. എനിക്ക് ഈ അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണുമ്പോഴേ ദേഷ്യം കയറി വരും. അങ്ങനെ അവളിന്ന് മേടിച്ച് സെൻറ്റൊക്കെ കാണിക്കുകയാണ്. ഇനിയാണ് ഡ്യൂട്ടി. ബുക്കുകളും പുസ്തകങ്ങളും പൊതിയൽ. 2 പേർക്കുള്ള പൊതിയണം. മോനിക്ക് ഈ പൊതി ഇഷ്ടപ്പെട്ടില്ല. അന്നേരം അവന് ഇപ്പം പൊതിയേണ്ടാന്ന്. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവൾക്കുള്ളത് അങ്ങ് പൊതിഞ്ഞങ്ങ് തീർക്കാമെന്ന്. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഇരുന്നതാണ്. ഇത് പൊതിയുന്നത് കാണുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ബുക്കും പുസ്തകമൊക്കെ എൻ്റെ അമ്മയൊക്കെ പൊതിഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മ വരും. അതൊക്കെ ഒരു കാലം. ഇത് കുറച്ച് ദിവസത്തേക്ക് കാണത്തുള്ളൂ. ഒരു ടേം തീരുന്നതിന് മുന്നേ പേപ്പറെല്ലാം പോകും, അതിൻ്റെ പൊതിയെല്ലാം പോകും. നമ്മളീ കഷ്ടപ്പെട്ടിരുന്ന് പൊതിയുന്നതൊക്കെ വെറുതെയാണ്. അങ്ങനെ ഞാൻ പൊതിഞ്ഞ് കൊടുക്കും, അവളത് സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഒരാണായിട്ടെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നെന്ന്. കാരണം അവർക്ക് ഇതിൻ്റെ ഒന്നും പാടറിയണ്ടല്ലോ. സ്കൂൾ തുറക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ മേടിക്കൽ, പിള്ളേർക്ക് വേണ്ട കാര്യങ്ങൾ പോയി മേടിക്കൽ, ഇതൊന്നും അറിയണ്ട. അവർക്ക് യാതൊന്നും അറിയേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് നടന്നാൽ മതി. നമ്മളാണ് ഈ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്. തലേദിവസം പുസ്തകങ്ങളിരുന്ന് പൊതിയൽ, സ്കൂളിൽ കൊണ്ടാക്കൽ, ഇതൊക്കെ. അല്ലേലും ഒരു മുട്ടുസൂചി വേണമെങ്കിലും അവരുടെ അടുത്ത് പറയുന്നതിൽ നമ്മുടെ അടുത്തായിരിക്കും അവർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. തന്തയും ബാപ്പായും മോനും കൂടെ ഇരുന്ന് ഫോൺ കാണുക. ഇതൊരു